വൈശാഖ സംസ്ഥാന സെക്രട്ടറി പ്രിയപ്പെട്ട രാഹുൽ അടക്കം ഇവിടെ കടന്നു വന്നിട്ടുള്ള എൻ്റെ സഹപ്രവർത്തകരെ കൂടുതൽ നമ്മൾ വലിയൊരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇന്ന് യുവാക്കളുടെ ഇടയിൽ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ ലഹരിയുടെ വ്യാപനം ഭയങ്കര തോതിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ചെറുപ്പക്കാരുടെ ഇടയിൽ അവരുടെ ഒരു ലക്ഷ്യം തന്നെ വേറൊരു രീതിയിലേക്ക് മാറിപ്പോകുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പഴയ കാലഘട്ടത്തിലെ പോലെ കായികത്തിന് കൂടുതൽ പ്രാധാന്യം നൽകി നമ്മുടെ ചെറുപ്പക്കാരെ എല്ലാം കളിക്കളത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു വലിയ ഉദ്യമത്തിലാണ് നമ്മൾ യൂത്ത് കോൺഗ്രസും ഒക്കെ നിൽക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നൊരു ക്യാമ്പയിൻ, ഇതിൻ്റെ ഒരു തുടക്കമാണ് നമ്മൾ ഇന്ന് ഇവിടെ ഒരു സൗഹൃദ മത്സരം പ്രിയപ്പെട്ട MLA-യുടെ നേതൃത്വത്തിലുള്ള ടീമും നമ്മുടെ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ ഒരു സൗഹൃദ മത്സരം നമ്മളിവിടെ നിന്ന് സംഘടിപ്പിച്ചത്. തുടർന്നും നമ്മുടെ ഓരോ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ കായിക മത്സരങ്ങൾ നമ്മൾ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. അത് വരുന്ന മാസങ്ങളിൽ നമ്മുടെ നേതൃത്വത്തിൽ എല്ലാ ചെറുപ്പക്കാരെയും പുതുപ്പള്ളിയിലെ മുഴുവൻ ചെറുപ്പക്കാരെയും അരി നിർത്തിക്കൊണ്ട് നമ്മൾ വലിയൊരു കായിക മേളയിലേക്ക് കടക്കുകയാണ്. അതിൻ്റെ തുടക്കമെന്നോളം ഇന്ന് ഇവിടെ നടത്തപ്പെട്ട ഈ മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ സഹപ്രവർത്തകരെയും ഞാൻ അഭിനന്ദിക്കുന്നു, ഇവിടെ നന്ദി അറിയിക്കുന്നു. വാശിയേറിയ മത്സരമാണ്. നമ്മുടെ നേരത്തെ ഭയങ്കര ഒരു മത്സരം തന്നെ നടത്തി. ഞങ്ങൾ ഒത്തിരി പാടുപെട്ടാണ് ജയിക്കാൻ. തൊട്ടടുത്തെങ്കിലും 5 റണ്ണിന്റെ തോൽവി. അത് വളരെ രസകരമായിട്ട് അതെല്ലാം ചെറിയ തോൽവിയാണെങ്കിലും എല്ലാവരും വളരെ സന്തോഷത്തോടെ മാധ്യമപ്രവർത്തകരോടടക്കം ഞങ്ങളുടെ ഈ ഒരു ക്യാമ്പയിന് ഞങ്ങളെ ഏറ്റവും അപ്പം ഇവിടെ ഇന്ന് വിജയിയായ MLA ടീമിലും അതിൽ സഹകരിച്ച എല്ലാ സഹപ്രവർത്തകർക്കും എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഞങ്ങൾ അതിനൊക്കെ അതിജീവിച്ചു. ബോംബെ എന്ന് വരെ താരങ്ങളാണ്. അവര് ആളെ ഇറക്കി പരിശ്രമിച്ചു. ഇതൊന്നും എന്റെ അടുത്ത് പറഞ്ഞില്ല. ഞാൻ ആളെ ഇറക്കിയത്. അപ്പൊ എല്ലാവിധ ആശംസകളും യൂത്ത് കോൺഗ്രസ് നേരുകയാണ്. ഇത്രയും മികച്ചൊരു പരിപാടി നമ്മുടെ മണ്ഡലത്തിൽ ഒരു അവയർനെസ് കൊണ്ടുവരാൻ, കേരളത്തിൽ അവയർനെസ് കൊണ്ടുവരാൻ, ഒപ്പം നമ്മൾ പുതുപ്പള്ളി ഒരു സ്പോർട്സിന്റെ സെന്റർ ആക്കുന്ന ഉദ്ദേശം തന്നെ ഈ തരത്തിലുള്ള ഡ്രഗ്സിനെതിരെയുള്ള പോരാട്ടമായിട്ടാണ്. മാത്രമല്ല എന്ത് മാനസികമായ പ്രശ്നങ്ങൾ നേരിടാനുള്ള മാർഗമായിട്ടാണ് ഡ്രഗ്സിനെതിരെയുള്ള ഫൈറ്റ് നമ്മൾ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും മികച്ച പരിപാടി സംഘടിപ്പിച്ച യൂത്ത് കോൺഗ്രസിനെ കോൺഗ്രസിന് നൽകുകയാണ്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ തോൽവിയല്ല, തോൽക്കുന്നവരെയാണ് ലോകം ഞാൻ പറയുന്നത്. അതുകൊണ്ട് തോറ്റതെന്ന് ഞാൻ കരുതുന്നില്ല. എല്ലാരും വേണം.